ഹലോ, അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ട്രാവൽ വ്ളോഗായിട്ടാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഒരു അൺപ്ലാൻഡ് ട്രിപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്ളോഗിൽ. 11 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി. കേരള ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത് ചേലമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സ്ഥലം കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫിഷ് ബിരിയാണി, ഫ്രൈഡ് റൈസ്, അതുപോലെ മീൽസൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ചില ട്രിപ്പുകൾ നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പോകാൻ പറ്റില്ല. ചില അൺപ്ലാൻഡ് ട്രിപ്പ് അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലെ ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് തന്നെയാണ് ഇത്. പിന്നെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലില്ലെങ്കിലും പെണ്ണുങ്ങൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അതല്ലെങ്കിലും നമുക്ക് ഒരുപാട് ലഗേജ് എടുക്കേണ്ടി വരും. ഇത് പൊതുവേ മിക്ക ഗേൾസിനും അല്ലെങ്കിൽ മിക്ക സ്ത്രീകൾക്കും എന്ന് വേണമെങ്കിൽ പറയാം, മുതിർന്നവരായാലും നമ്മൾക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഒരുപാട് കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എന്തായാലും മിനിമം 2 പെട്ടിയെങ്കിലും നമുക്ക് വേണം നമ്മളുടെ ഡ്രസ്സ് ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 2 ഡേ ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ചുള്ള ഐറ്റംസ് വേണം. എങ്ങനെയൊക്കെ എടുത്താലും നമുക്കത് തികയാണ്ട് വരികയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവരൊക്കെ നമ്മളെ കളിയാക്കും ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണത് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു ഫാക്റ്റ് പറഞ്ഞെന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ മൂന്നാർ എത്തുന്നതിന് മുൻപായിട്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും കുറച്ച് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. അഫീസ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടണിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ചെറിയ രീതിയിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ മൂന്നാറെത്തി. നമ്മൾ താമസിക്കാനുള്ള റൂംസൊക്കെ സെർച്ച് ചെയ്ത് നടന്ന് അങ്ങനെ അവസാനം ഇവിടെ തന്നെ ഉറപ്പിച്ചു. എമറാൾഡ് ഇൻ എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. അപ്പോൾ അവർ റൂംസൊക്കെ പോയി നോക്കി സൗകര്യമുണ്ടോ ക്ലീനാണോ ഒക്കെ നോക്കിയിട്ട് വന്നതാണ്. ബേബി ബെഡ് അവരോട് ചോദിച്ചപ്പോൾ അവർ കൊണ്ടു തന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചെറിയൊരു ബെഡ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ഒരു റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, കാണിച്ചു തരാട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ളതാണ്. അതുപോലെ കബോർഡ്സൊക്കെ ഉണ്ട്, പിന്നെ ഡ്രോയേഴ്സ് ഉണ്ട്, TV അതുപോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത റേഞ്ചും ആണ്. പിന്നെ മെയിനായിട്ട് ക്ലീനാണോ അല്ലേ നോക്കേണ്ട ഒരു ഏരിയ അല്ലേ ഇത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ക്ലീനുള്ളൊരു ടോയ്ലറ്റ് തന്നെയായിരുന്നു. ഡിന്നറൊക്കെ ഇവിടെ തന്നെയാണ് അവർ റെഡിയാക്കിയിരുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അവിടുത്തെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കണ്ടുവരാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി.
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനെടുത്ത ഡ്രസ്സാണിത്. ഈ ജീൻസ് പാർട്ട് നേവി ബ്ലൂ കളർ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ അപ്പർ പോർഷനിൽ വൈറ്റ് കളർ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടമായത്, ഈ ഒരു ഡിസൈൻ, ഈ ഒരു കളറാണ് ഇഷ്ടമായത്. അപ്പോൾ അവിടെ ബെഡിലും ഒക്കെ ആകെ പരത്തിയിട്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കാണ്, ഡ്രസ്സ് ഐറ്റംസും അല്ലാതും. എല്ലാ ബാഗും ഫുള്ളായിരിക്കും. പിന്നെ എന്തൊക്കെ ഉണ്ടായാലും എന്തെങ്കിലും ഒരു കാര്യം അതിൽ മിസ്സായി പോയിട്ടുണ്ടാവും. മെയിൻ കാര്യം എൻ്റെ ചാർജറിൻ്റെ കേബിൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ഡിന്നറും ഈ ഒരു എമറാൾഡിൽ നിന്ന് തന്നെയായിരുന്നു ഡിന്നർ കഴിച്ചത്. ഉപ്പുമാവ്, വെള്ളപ്പം, കടല ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി. ഏത് ഡെസ്റ്റിനേഷനൊക്കെ ആണെന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്ത് അങ്ങനെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യണവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.